രക്തം രക്തം. എന്റെ ഡ്രാക്കുള മുത്തപ്പ എന്നും ബി പോസിറ്റീവ് ബ്ലഡാ കിട്ടുന്നത്. ഇടയ്ക്ക് റേറായിട്ടുള്ള AB നെഗറ്റീവ് കിട്ടണേ. ഇപ്പോഴത്തെ ബ്ലഡിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഇതും ബി പോസിറ്റീവ്. എന്താ നീലി പതിവില്ലാത്തൊരു പ്രാർത്ഥന? പ്രാർത്ഥിച്ചാല വിളക്ക് വെച്ചതാ. ഈയല് വന്ന് അതിനെ തല്ലിക്കൊന്ന് ബ്ലഡ് കുടിക്കാലോ എന്ന് കരുതി വെച്ചതാ. നീലി, നിന്റെ ലവർ ഡ്രാക്കുള ബാബുവിനെ ഞാൻ കണ്ടിരുന്നു. എവിടെ വെച്ച്? ആ ബസ് സ്റ്റാൻഡ് അടുത്തുള്ള പാലയിൽ വൈൻ പൊളിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് വരില്ലേന്ന് ചോദിച്ചപ്പോ പറയുവാ ഇത്ര ആസ്വദിച്ച് ചോര കുടിക്കാനുള്ള സ്ഥലം വേറെ ഇല്ലെന്ന്. അവിടെ ആളെ കൂടുന്ന സ്ഥലമല്ല, ഞാനും കൂടെ പോവും. അതിരിക്കട്ടെ നീലി, നിന്റെ അമ്മ വടേശി എവിടെ? മനക്കിലെ ഏഷ്യയോട് 2 ലിറ്റർ AB നെഗറ്റീവ് ചോര കടം ചോദിക്കാൻ പോയതാ. ചോരരിപ്പുണ്ടോ? ഉണ്ടെങ്കി കുറച്ച് തരാൻ പറഞ്ഞമ്മ. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ചോര തരാറുണ്ട്, അറിയാമല്ലോ. നാളെ കാവിലെ ഉത്സവം കണ്ടുപോന്ന ഏതെങ്കിലും ഒരുത്തന്റെ ബ്ലഡ് കൊണ്ടുവരാന്ന് അമ്മ പറഞ്ഞാന്നു. നീ അടുക്കള ഭാഗത്തേക്ക് ചെല്ല്. തൂങ്ങിച്ചത്ത ജാനുവിന്റെ പ്രേതരിപ്പുണ്ട്, അവളോട് പറഞ്ഞാ മതി. നീലി, നിന്റെ നഖം നീണ്ടില്ലേടി? ഇല്ലടി, കുഴിയനാൻ കുത്തിയതാ. നഖം ഇല്ലാത്തത് കൊണ്ട് തൊഴിലുറപ്പിന് പോകാൻ ഒരു മടിയാ. கலையான பெண்ணழகி கடல் வீசும் காட்டழகி இமையாலும் செண்பகமே. നീലി, നീ എന്താടി എന്റെ മോളെ പറ്റി നാട്ടുകാരോട് പറഞ്ഞേ? ഞാൻ അന്തസ്സായിട്ട് ബംഗാളിയുടെ ചോര കൊടുത്തിട്ടാടി വളർത്തിയേ. ഒന്ന് പോടി, നീ എന്നാടി പ്രേതായത്? നിന്നേക്കാൾ കുറെ ഓണ ബ്ലഡ് കുടിച്ചതാടി ഞാൻ. വലിയ ബ്ലഡ് കുടിക്കാരി വന്നിരിക്കുന്നു. നീ ഡ്രാക്കുള ബാബുവിന്റെ ചോരയല്ലേ ഇടി കുടിക്കുന്നേ? നീലി, നീ ഒന്ന് അടങ്ങ്. നീ ഒന്നും പറയണ്ട. വൃത്തികത്തെ പിശാചുള്ളൂ. ദേ നിന്റെ അമ്മ വടേശി. പരിപ്പുവടാ തിരുപ്പൻ കെട്ടിയ ചെറുപ്പക്കാരത്തി, നിന്റെ നടപ്പ് കണ്ടാൽ മനസ്സിനുള്ളിൽ ഒരു ഉടുക്ക് കൊട്ടാണ്. മോളെ, ഈ ചോര ഒന്ന് അകത്തേക്ക് വെച്ചേക്ക്. എന്റെ മുറ്റത്ത് വന്ന് അനാശം പറഞ്ഞോണ്ടല്ലോ, നിന്റെ ബ്ലഡ് ഞാൻ കുടിക്കൂ. അതിനിച്ചിരി പുളിക്കൂ. നീ എങ്ങനെ പ്രേതായെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവടി. ചൂലേ, മേസ്ത്രി പണിക്കാരനാ ഭാര്യയുടെ കൈകൊണ്ട് തല്ല് കിട്ടി വന്നതാന്ന് എനിക്ക് അറിയാവടി. അയ്യട, വലിയ വടയക്ഷ വന്നിരിക്കുന്നു. 10 പേര് കൂടി മുക്കിക്കൊന്നാന്നല്ലേടി നീ ഇവിടെ വന്ന് പറഞ്ഞത്. നീന്തൽ അറിയാതെ മുങ്ങിച്ചത്താന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ. എന്താ ഇത്? മനുഷ്യന്മാരത്താണ് കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഡ്രാക്കുള ചന്ദ്രണ്ണ, അണ്ണനെ അറിയാലോ എന്നെ. എന്റെ കയ്യിലും കാലിലും നഖം പോലും ഇല്ല. വെപ്പ് വല്ല ഒറ്റ വെള്ളസാരി ഒപ്പിച്ചു പോകുന്ന എനിക്കേ അറിയൂ. പാവപ്പെട്ട പ്രേതങ്ങളെ അപമാനിക്കരുതെന്ന് വടയക്ഷയോട് പറ ചന്ദ്രണ്ണ. ഇതൊരുമാതിരി മനുഷ്യന്മാരെ പോലെ ആയല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ലക്ഷ്യമാരിങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അങ്ങനെങ്കിലും എനിക്കൊന്ന് സമാധാനം കിട്ടുമല്ലോ. ഡ്രാക്കുളയാണ് പോലും ഡ്രാക്കുള. അതെ, ഡ്രാക്കുള. ഡ്രാക്കുള എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ നിനക്ക്? ദാഹിച്ച രക്തം കുടിക്കാനുള്ള ലൈസൻസ്. അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ മന്ത്രവാദിയുടെ പുസ്തകത്താളിൽ നിന്നും നീ കേട്ട ഡ്രാക്കുളയല്ല ഈ ഡ്രാക്കുള. കൃഷ്ണേട്ടനെ പോലെയുള്ളവരുടെ രക്തം കുടിക്കുന്ന പാവം ആത്മാവ്. ആ ആത്മാവിനെ തൊട്ടറിയണമെങ്കിൽ സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, എന്തെങ്കിലുമൊക്കെ വേണം. ജോലിക്കും പോണം. ഇത് ചന്ദ്രൻ ചേട്ടന്റെ വീടല്ലേ? അത് എന്താണ്? ദാ ഈ മാസത്തെ ബ്ലഡിന്റെ ബില്ലാട്ടോ. നാളെ ബില്ലടിച്ചില്ലെങ്കിലേ സൊസൈറ്റിയിൽ ആള് വരും. ചന്ദ്രന്റെ ഓഫീസ് പൂട്ടുകയും ചെയ്യും. തന്ന ചോരയ്ക്ക് പകരം ബംഗാളിയുടെ ചോര എടുക്കോ? ഇവിടെയാണ് പ്രേതങ്ങൾക്ക് വാസം. പ്രേതങ്ങൾക്ക് വാസം എന്ന് പേരുണ്ടാവൂ? വാസമല്ല, വാസം. ഞാൻ അപ്പോഴേ പറഞ്ഞ ചക്കക്കൂട്ടാനൊന്നും കൂട്ടണ്ടെന്ന്. ഗ്യാസല്ല, മന്ത്രം ഒരു വിട്ട. ഇത് മന്ത്രമാണോ? അതിപ്പോ ശരിക്കും ഗ്യാസ് പോയത്. കച്ചറ കൂടുതലാ. നട്ടലില്ലാത്ത പ്രേമമാണെന്നാ തോന്നുന്നത്. അല്ല, പണി വാളി. അണ്ണന് തിരിച്ചറിഞ്ഞു. എടി, വീണ്ടും മന്ത്രം തുടങ്ങി. എടി വടയച്ചി, ഞാൻ പോയാ ഈ കുഞ്ഞിനെ നീ ചോരെടുത്ത് വളർത്തണം. ഇല്ലെങ്കിൽ ഇത്ര കാലം ഇയാളെ പുറത്താക്കുന്നേ. നാം വീണ്ടും കണ്ടു. പ്രേതങ്ങൾ ഇവിടെ വിട്ട് മൂന്നാറിലോ കൊടൈക്കനാലിലോ പോയെന്നാ എനിക്ക് തോന്നുന്നത്. ഗുരുവേ, മൂന്നാറിലുള്ള പ്രേതത്തിന് മൂന്നാറുകാര് പിടിക്കട്ടെ.
പരിപ്പോടെയോ? എടാ കച്ചടക്കച്ചടാ, രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇവിടെ വന്നത്. ഒരു പരിപ്പ് വടയെങ്കിലും താടാ. ഒരിഞ്ഞു പോകുമോ? അണ്ണ ഇല്ലെന്ന് പറയണ്ണ. ഒരിഞ്ഞു പോകാനാ പറഞ്ഞത്. ചന്ദ്രണ്ണ ഇല്ലെന്ന് പറയണ്ണ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ഒരിഞ്ഞു പോയില്ലെങ്കിൽ ഈ വടി കൊണ്ട് നിന്നാ ഞാൻ. വേണ്ട, ഞാൻ ഒഴിഞ്ഞു പോവാം. തല്ലല്ലേ, ഞാൻ ഒഴിഞ്ഞു പോവാം. പക്ഷെ എനിക്കൊരു അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. എന്താ? എന്നെ തളയ്ക്കണ പോലെ ഈ വടേഷിനൊക്കെ നിങ്ങൾ തളയ്ക്കോ? വടേച്ചി മാത്രല്ല, അവരുടെ കുഞ്ഞമ്മേനെ വരെ ആണിയടിച്ച് തളയ്ക്കും. എങ്കിൽ അവരെ തളയ്ക്കുന്ന മരത്തിൽ ദയവ് ചെയ്ത് എന്നെ തളയ്ക്കരുത്. ചന്ദ്രണ്ണ, തളയ്ക്കുന്ന മരത്തിലെങ്കിലും ഞാൻ മനസ്സമാധാനത്തോടെ കഴിഞ്ഞോട്ടടി.